നമുക്കിവിടെ കാണിക്കേണ്ടത് ഒരു ബേരിസെൻട്രിക് കോർഡിനേറ്റ്സ് യുണീക്ക് ആണെന്നാണ് കാണിക്കേണ്ടത്. എന്താ ബേരിസെൻട്രിക് കോർഡിനേറ്റ് എന്ന് അറിയാമോ? നമ്മൾ എടുക്കുന്ന സിംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് സമ്മേഷൻ ലാംഡ ഐ എ ഐ ഒരു സമ്മേഷൻ ലാംഡ ഐ 1 ആണ്. ലാംഡ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സാണ്. നമുക്ക് കാണിക്കേണ്ടത് ഈ ലാംഡ ബേരിസെൻട്രിക് കോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഈ ലാംഡ യുണീക്ക് ആണെന്ന് കാണിക്കണം. ഞാൻ അസ്യൂം ചെയ്യാണ് ഇവർ യുണീക്ക് അല്ലെങ്കിൽ അവിടെ ലാംഡ നോട്ട് ലാംഡ ലാംഡ 1 എക്സെട്ര ലാംഡ കെ ആറിൽ നിന്ന് എടുക്കുമ്പോൾ യുണീക്ക് അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? വേറൊരു ടേംസ് ഉണ്ടാവും റിയൽ നമ്പേഴ്സിൽ നിന്ന്. അതിന് ഞാൻ μ0 μ1 എക്സെട്ര μk എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലക്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ലാംഡ സിംപ്ലക്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മ്യൂവും എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് ഈക്വൽ ടു സമ്മേഷൻ ലാംഡ എ ഐ ഒരു സമ്മേഷൻ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുപോലെ എക്സ് ഈക്വൽ ടു സമ്മേഷൻ മ്യൂ ഐ എ ഐ ഒരു സമ്മേഷൻ മ്യൂ ഐ എന്താണ്? 1 ആണ്. ഇനി ഇതാ ഈ രണ്ട് ടേംസും ഈക്വൽ ആയിരിക്കില്ല, കാരണം രണ്ട് ടേമും ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് ടേമിന് എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി. അതിൽ നിന്ന് സമ്മേഷൻ എ ഐനെ പുറത്തേക്ക് എടുത്തു. അപ്പം ലാംഡ ഐ മൈനസ് മ്യൂ ഐ എന്ന് വരും. സമ്മേഷൻ ലാംഡ ഐ മൈനസ് മ്യൂ ഐ എ ഈക്വൽ ടു 0. ഇനി നോക്കിയേ, ഈ ടേമും ഈക്വൽ അല്ലേ? രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് എന്താ? 1 ആണ്. അപ്പോൾ സമ്മേഷൻ ലാംഡ ഐ ഈക്വൽ ടു സമ്മേഷൻ മ്യൂ ഐ ആയിരിക്കും. അതിൽ നിന്ന് എനിക്ക് ഇങ്ങനെയും കിട്ടും അല്ലേ? ഇനി നമുക്ക് സിംപ്ലക്സുകളുടെ ഒരു കണ്ടീഷൻ അറിയാം. സിംപ്ലക്സുകളൊക്കെ എന്താണ്? ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എലമെൻസുകളാണ് സിംപ്ലക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? A0 A1 എക്സെട്ര AK എന്ന് പറയുന്ന പോയിൻറ്റ്സുകളൊക്കെ എന്തായിരിക്കും? ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ കെ സിംപ്ലക്സിൽ അതിൽ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ. ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു K+1 പോയിൻറ്റ്സുകൾ എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൂടി ഒരു K-1 ഡയമെൻഷനുള്ള ഒരു ഹൈപ്പർ പ്ലെയിനിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളൊക്കെ പറഞ്ഞു അല്ലേ? ഒരു 3 പോയിൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ അവർ 3 പേരെയും കൂടി എനിക്കൊരു ലൈനിൽ കൊണ്ടുവരാൻ പറ്റരുത്. 4 പോയിൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും കൂടി എനിക്കൊരു പ്ലെയിനിൽ കൊണ്ടുവരാൻ പറ്റരുത്. അങ്ങനെയാണെങ്കിൽ അത് ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉള്ള ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം നമ്മുടെ പോയിൻറ്റ്സുകളായിട്ടുള്ള A0 A1 എക്സെട്ര AK എന്ന് പറയുന്നത്. അതിന് ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് കണ്ടീഷനുകൾ എന്തായിരുന്നു? ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സമ്മേഷൻ ലാംഡകൾ എന്നല്ല നമ്മൾ ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് അല്ല TIകൾ അല്ലേ? നമ്മൾ TI എന്ന് പറയുന്ന സ്കേലാർസിനെ എടുക്കുകയാണെങ്കിൽ A0 A1 എക്സെട്ര AK AN എന്ന് പറയുന്ന പോയിൻറ്റുകൾ ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ സമ്മേഷൻ TI വേർ I ഈക്വൽ ടു 0 to N എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് സമ്മേഷൻ I ഈക്വൽ ടു 0 to N TI AI എന്തായിരിക്കും? 0 ആയിരിക്കും. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇതിലുള്ള സ്കേലറുകളായിട്ടുള്ള T0 T1 എക്സെട്ര TK ഒക്കെ TNകളൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ജോമെട്രിക്കലി ഇൻഡിപെൻഡൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താ? ജോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഈ TIക്ക് പകരം നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയോ? ലാംഡ ഐ മൈനസ് മ്യൂ ഐ ആണ്. അങ്ങനെ ലാംഡ ഐ മൈനസ് മ്യൂ ഐ എടുക്കുമ്പോൾ എന്ത് വരും? സമ്മേഷൻ ലാംഡ ഐ മൈനസ് AI ഈക്വൽ ടു 0. അതാ ഈ സംഭവം ടിക്ക് പകരം ലാംഡ ഐ മൈനസ് മ്യൂ ഐ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിലുള്ള കോൺസ്റ്റൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിലുള്ള കോൺസ്റ്റൻറ്റിൻ്റെ സമ്മേഷൻ ലാംഡ ഐ മൈനസ് മ്യൂ ഐ 0 ആയിരിക്കും. അതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? അതിലുള്ള ഈ കോൺസ്റ്റൻറ്റുകളൊക്കെ 0 ആയിരിക്കും. അപ്പോൾ അതിന് അതിലുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലാംഡ നോട്ട് മൈനസ് മ്യൂ നോട്ട് ഈക്വൽ ടു ലാംഡ 1 മൈനസ് മ്യൂ 1 ഈക്വൽ ടു എക്സെട്ര ലാംഡ കെ മൈനസ് മ്യൂ കെ എന്ന് വന്നു. ഇനി നോക്കിയേ, ഇതെല്ലാം 0 ആണല്ലോ. കാരണം എന്താ? നമ്മുടെ ഈ കോൺസ്റ്റൻറ്റുകളൊക്കെ 0 ആണല്ലോ. അപ്പോൾ ഇതെല്ലാം 0 ആണെങ്കിൽ ഈച്ച് ടേമും 0 ആണ് അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാംഡ നോട്ട് മൈനസ് മ്യൂ നോട്ട് 0 ആണെങ്കിൽ ലാംഡ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട്. ലാംഡ 1 മൈനസ് മ്യൂ 1 0 ആണെങ്കിൽ ലാംഡ 1 ഈക്വൽ ടു മ്യൂ 1. ലാംഡ കെ മൈനസ് മ്യൂ കെ 0 ആണെങ്കിൽ ലാംഡ കെ ഈക്വൽ ടു മ്യൂ കെ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇതെന്തായിരുന്നു? ഈ ബേരിസെൻട്രിക് കോർഡിനേറ്റ്സ് ഒന്നും
യുണീക്ക് അല്ല എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് ബാരിസെൻട്രിക് കോർഡിനേറ്റും ലാംഡ ഐയും മ്യൂ ഐയും രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ അതിന് ലാംഡ ഐ ഈക്വൽ ടു മ്യൂ ഐ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം തന്നെ യുണീക്ക് അല്ല എന്ന് എടുത്തു, എന്നിട്ട് രണ്ട് ബാരിസെൻട്രിക് കോർഡിനേറ്റ് എടുത്തു, ലാംഡ ഐയും മ്യൂ ഐയും. ഈ രണ്ട് ബാരിസെൻട്രിക് കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സിംപ്ലക്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. എന്നപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ഒന്നിതാ, ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഇക്വേഷനും ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഇക്വേഷനും. അതിൽ നമുക്ക് ഇതും കിട്ടും ഇതും കിട്ടും. ഇനി ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മുടെ സിംപ്ലക്സ് എന്നുള്ളതും ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് A0 A1 എക്സെട്ര AK എന്ന് പറയുന്നത് ജിയോമെട്രിക്കലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിലുള്ള ഈ കോൺസ്റ്റൻറ്റ് ടേമുകളൊക്കെ എന്താണ്? 0 ആണെന്ന് കിട്ടും. അപ്പോൾ ലാംഡ ഈക്വൽ ടു മ്യൂ ഐ എന്ന് കിട്ടും. അപ്പോൾ ബാരിസെൻട്രിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് യുണീക്ക് ആണെന്ന് നമുക്ക് കിട്ടും. ഇതാണ് കൺസെപ്റ്റ്.